ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അലീനയും കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചിന്നുമോളെ കാണാൻ എത്തിയിരിക്കുകയാണ് അനാഥാലയത്തിൽ. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന ഉടനെ തന്നെ ഈ ഒരു അനാഥാലയം അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല കേട്ടോ ഈ രോഹിത്തും ബബിതയും കൃഷ്ണമോളൊന്നും. അനാഥാലയം എന്താണ് എന്നും അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അവർക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ്, അതിന് എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അവർക്ക്. അപ്പം ഇവർ നേരെ ചെന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞു, ഏതായാലും എല്ലാവരും അനാഥാലയത്തിനകത്തേക്ക്, അനാഥാലയം എന്നല്ല പറയുന്നത് കേട്ടോ, ഇതിനകത്തേക്ക് കയറുന്നതൊക്കെ കൊള്ളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സൈലൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഗുണദോഷം ഇങ്ങനെ കുറേ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അലീന ചോദിച്ചു, കുറേ നേരമായല്ലോടി നീ കിടന്ന് പറയാൻ തുടങ്ങിയിട്ട്, നീ ആരെയാടി ഭരിക്കുന്നത്? ഓ പിന്നെ നീ വലിയ അമ്മച്ചി കളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ അമ്മച്ചിയൊന്നുമല്ല, പക്ഷേ ഇപ്പം നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന ആരാ? ഞാനല്ലേ. നീ അങ്ങ് എറണാകുളത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എറണാകുളത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കൊല്ലത്ത് ഞാനും നീയും ബബിതയും രോഹിതും ഒക്കെ ഒരുപോലെ തന്നെയാ. ഈ കൊല്ലത്തെ എന്താ, നീ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ചിന്നുമോളെ കാണാനല്ലേ വന്നിട്ടുള്ളൂ, പിന്നെ നീ കൂടുതൽ ആൾ കളിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് ഞാൻ കളിക്കും, ഞാൻ എവിടെ ചെന്നാലും ആൾ കളിക്കും, അതിനിപ്പോൾ എന്താ, നിങ്ങളെ എല്ലാവരെയും കൂടെ ഏൽപ്പിച്ചിട്ടേ എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, അപ്പം നിങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു, അല്ലെങ്കിലും ഇവക്കെ ഇച്ചിരി ഓവർ, ഇവൾക്ക് ഇച്ചിരി സൂക്കേട് കൂടുതൽ അലീന ചേച്ചി. ഇവളുടെ സൂക്കേട് അലീന ചേച്ചിനെ കൊണ്ടേ മാറ്റാൻ പറ്റത്തുള്ളൂ. ഇത് വല്ലാത്തൊരു ഓവർ, എന്താ പറയുക, വല്ലാത്തൊരു ഓവറായിപ്പോയി. അപ്പോൾ ഇത് കേട്ട ഉടനെ രേവതി പറഞ്ഞു, വീരാ കൂടുതൽ പറയരുതേ, നിൻ്റെ ഓവറിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇപ്പോൾ ഓവർ കൂടിപ്പോയത് കൊണ്ടല്ലേ നീ സസ്പെൻഷൻ ഇട്ട് വീട്ടിൽ ഇരിക്കുന്നതെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, ദേവതിക്കുട്ടി വേണ്ട കേട്ടോ, ഇതേ ഓഫ്നേജ് ആണേ, ഇവിടെ നമ്മൾ വന്നത് ചിന്നുകുട്ടീനെ കാണാനല്ലേ, ചുമ്മാ അടി വെക്കാതെ എന്തിനും ഏതിനും പറഞ്ഞ് അടി വെക്കുന്നു. മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ രേവതിക്കുട്ടി. ഓ പിന്നെ അപ്പം ഞാൻ ഒറ്റയായല്ലേ. അപ്പം കൃഷ്ണമോൾ പറഞ്ഞു, അതെ രേവതി ചേച്ചി ഒറ്റയൊന്നും അല്ല രേവതി ചേച്ചി, ഞാനുണ്ട് രേവതി ചേച്ചിയുടെ കൂടെ. കണ്ടില്ലേ, കൃഷ്ണമ്മ മാത്രമേ എൻ്റെ കൂടെ ഉള്ളത്, ബാക്കി എല്ലാവരും ഇവൻ്റെ കൂടെയാ, ഈ വീരൻ്റെ കൂടെ. കൊണ്ട് നടക്കങ്ങോട്ട്, കൊണ്ട് നടക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അലീന നമ്മുടെ രോഹിത്തിനെ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു കേട്ടോ. വേണ്ട സാരമില്ല, അവളൊരു പൊട്ടിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ കണ്ടു കണ്ണടച്ച് കാണിക്കുന്നതൊക്കെ. അതെ, ഈ അലീനയ്ക്ക് ഫ്രണ്ടി മാത്രമല്ല പുറകിലും 2 കണ്ണുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വന്നോണം എന്നൊക്കെ പറയാണ്. അങ്ങനെ നേരെ ഇവർ ഓഫനേജിനെ അകത്ത് കയറി ചെല്ലാണ്. എൻ്റെ സിസ്റ്റർ ഇവരെ കണ്ടു. സിസ്റ്റർ അതായത് രോഹിത്തും കൃഷ്ണമോളും ബബിതയൊക്കെ വെളിയിൽ നിൽക്കുകയാണ്. അലീനയും രേവതിയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ സിസ്റ്റർ ഇവരെ കണ്ടതും, ഇതാരാ വന്നിരിക്കുന്നത്, രേവതിക്കുട്ടിയോ, കയറി വാ എന്ന് പറഞ്ഞു. ചിന്നുമോൾ അവിടെയുണ്ട്, അവളവിടെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല അവളെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ, ഒത്തിരി ആയില്ലേ കണ്ടിട്ട്, അപ്പോൾ അവളൊന്ന് വിളിക്കുമെങ്കിൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവർക്ക് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങളോ കുന്തങ്ങളോ കൊടച്ചക്രങ്ങളോ മിഠായിയോ സ്വീറ്റ്സോ അങ്ങനെ കേക്കോ എന്തൊക്കെയോ കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികളെല്ലാം അല്ല, നമ്മുടെ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു വിട്ടു, ചിന്നുമോളൊക്കെ പോയി കൊണ്ടുപോവാ എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, ചിന്നുമോളുടെ കാര്യമൊക്കെ സംസാരിക്കുന്നു. അവൾ മിടുക്കത്തി കുട്ടിയാ, പണ്ടത്തെ പോലെയൊന്നുമല്ല, അവളിപ്പോൾ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യും. അവൾ മിടുക്കിയായി, കാണുന്നവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് അവളൊരു ഇഷ്ടം തോന്നും, അതുപോലെ അവൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ചിന്നുകുട്ടീനെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയത്ത് ചിന്നുകുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിന്നുകുട്ടി ഓടി വരികയാണ് കേട്ടോ. ഇവരെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വന്നു. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ രോഹിത്തും ബബിതയും കൃഷ്ണമോളും അകത്ത് കയറി വന്നു. ഇത് എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്, അലീന പരിചയപ്പെടുത്തുന്നത്. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ പിള്ളേരാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അലീന ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നൊന്നുമല്ല, അലീന ചേച്ചി ഞങ്ങളുടെ ചേച്ചി പോലെ, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കൃഷ്ണയോടും ബബിതയോടും രോഹിത്തിനോടും ഒക്കെ ഇവർക്കൊരു പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ട് ആ സിസ്റ്റേഴ്സിനൊക്കെ. അങ്ങനെ നമ്മുടെ ചിന്നുമോള് വന്നത്, ചിന്നുമോള് വാരിയെടുത്ത് അലീന പൊക്കി പിടിച്ച് കറക്കിയിട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പം ചിന്നുമോള് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാ, അലീന ചേച്ചിയുടെ കൂടെ വന്ന ഇതൊക്കെ ആരാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇതാണ് രോഹിത്തേട്ടൻ, ഇത് കൃഷ്ണ ചേച്ചി, ഇത് ബബിത ചേച്ചി, ഇവരുടെ വീട്ടിലാണെന്നേ ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്ല മോളെ ഇവരോടും കൂട്ടുകൊണ്ടോട്ടോ, ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് ഇവരും കൂടെ ചേർന്നാ. മോളെ കാണാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു. ആണോ അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചിന്നുമോൾ ഒരു രീതിയിൽ കൊഞ്ചം സംസാരിക്കൂലേ, നമുക്ക് പെട്ടെന്ന് ചിന്നുമോളുടെ ആ ഭാഷ മനസ്സിലാവില്ലല്ലോ, ആ രീതിയിൽ ചിന്നുമോൾ സംസാരിച്ചു. എന്നിട്ട് രേവതി ചെന്ന് ചിന്നുമോളെ എടുത്തു. അപ്പം നമ്മുടെ ചിന്നുമോളാണെങ്കിൽ
രേവതി ചേച്ചിക്ക് അല്ല, രേവതി ചേച്ചിക്ക് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് സുഖമാണ്, നിനക്ക് സുഖമാണോ ഇവിടെ, എനിക്കിവിടെ ഒത്തിരി സുഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അലീന പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ ചിന്നുമോളെ കൊണ്ടൊന്ന് പുറത്ത് പോയിക്കോട്ടെ, അവളെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ കാണിക്കട്ടെ, അവൾ കുറേ നാളായില്ലേ പുറത്തൊക്കെ പോയിട്ട്, അപ്പം ഞാൻ അവളെയും കൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിനിപ്പോൾ എന്താ, കൊണ്ടുപോയിട്ട് വൈകിട്ടത്തേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടെയും അത്യാവശ്യം പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഒരു ഓഫനേജിലും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ചിന്നുമോളെയും കൂട്ടി ഇവർ കറങ്ങി അടിക്കാൻ തീരുമാനിച്ചു. ചിന്നുമോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരിപ്പിറക്കി കൂട്ടുകയാണ് നമ്മുടെ അലീനയും രേവതിക്കുട്ടിയും കൂടെ ചേർന്ന്. ഇവർ മാത്രമല്ല, ചിന്നുമോളെ ആദ്യ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലൊരു വായാടിക്കുട്ടിയാണല്ലോ ചിന്നുമോള്. അപ്പോൾ ഇവരോട് ഒത്തിരി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ നേരെ പാർക്കിലേക്ക് പോവാണ്. പാർക്കിലേക്ക് ചെന്ന് നമ്മുടെ ചിന്നുമോൾ അവിടെ അവിടെ പാർക്കിലുള്ള എല്ലാ സാധനങ്ങളിലും ഇങ്ങനെ കയറ്റുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസിലും കയറ്റി നമ്മുടെ ചിന്നുമോൾക്കൊരു എന്താ പറയുക, വേറൊരു അനുഭവം തന്നെയാണ് ചിന്നുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കും ഒരു പുതിയൊരു അനുഭവം തന്നെയാണത്. അങ്ങനെ എല്ലാം ആ ഒരു സമയത്താണ് പാട്ടൊക്കെ ഇടുന്നുണ്ട്, കുറച്ച് പാട്ടിൻ്റെ സീന് കാണിക്കുന്നുണ്ട്. ആ പാട്ടിൻ്റെ സീനിൻ്റെ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പാർക്കിലൊക്കെ പോകുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെല്ലുകയാണ്, ഇവർ ഓഫനേജിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ചിന്നുമോളെ അവിടെ ഏൽപ്പിക്കുന്നു. അപ്പോഴത്തേക്കുമാണ് അലീന സീരിയസ് ആയിട്ട് നമ്മുടെ സിസ്റ്റേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് അവളുടെ ഭാവിക്ക് നല്ലതൊക്കെ തന്നെയാണ് സിസ്റ്ററെ, പക്ഷെ അത് ഞങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവളെ കാണാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ സിസ്റ്റർമാർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി അവളുടെ ഭാവി നമ്മൾ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അവൾ നല്ലൊരു കുടുംബം ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ അവളുടെ പഠിപ്പും അവളുടെ വിദ്യാഭ്യാസവും അവളുടെ ജോലിയും അവളുടെ ജീവിതവും ഒക്കെ അവർക്ക് ഒരു പക്ഷേ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അവളുടെ ഭാവി നമ്മൾ നോക്കുകയല്ലേ ചെയ്യേണ്ടത് അലീന എന്നൊക്കെ ചോദിച്ച് അലീനയോട് പറയുമ്പോഴത്തേക്കും സിസ്റ്റർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അവളെ കാണാതിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ അവളുടെ ഭാവി ഓർത്തിട്ടാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, എങ്കിൽ പോലും ആരാ എന്താ എങ്ങനെയാന്നൊക്കെ അന്വേഷിച്ച് പിറക്കിയിട്ട് വേണം അവളെ വിടാനായിട്ട്. ഞങ്ങൾക്കും അവരെ കാണണം, ആരാ കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കാണണം, അല്ലാതെ വെറുതെ വിട്ട് കളയരുത് ചിന്നുകുട്ടീനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ലില്ല, ഒരിക്കലും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അവിടെ കഴുക്കൂട്ടത്തൊക്കെ വിളിച്ച് ചോദിക്കാതെ ഒരിക്കലും നമ്മുടെ ചിന്നുമോളെ വിട്ട് കളയില്ല. ഒരിക്കലും ചിന്നുമോളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ചിന്നുമോളെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഒരാൾക്കും പറ്റത്തില്ല. അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സിസ്റ്റേഴ്സ്. അങ്ങനെ ചിന്നുകുട്ടിക്ക് ഉമ്മയും ടാറ്റയും ഒക്കെ കൊടുത്ത് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചു കൊടുത്ത് പുത്തൻ ഉടുപ്പും പുത്തൻ കളിപ്പാട്ടയും പാവവും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുകയാണ്. അങ്ങനെ ചിന്നുകുട്ടിയുടെ അടുത്ത് പോരുമ്പോഴത്തേക്ക് ഇവർക്കും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കേട്ടോ, ബബിതയ്ക്കും രോഹിത്തിനും. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി ഇങ്ങനെയൊരു ഓഫനേജിൽ തന്നെയല്ലേ വളർന്നത്, അവിടെയും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ, ഞങ്ങളും വളർന്ന ഞങ്ങളുടെ അനാഥാലയത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ കൃഷ്ണമോൾ പറഞ്ഞത്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാ, പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു അനാഥാലയത്തിൽ വളരുന്നതായിരുന്നു ഇതിലും ഭേദം നല്ലത്. എന്ത് രസമാണ് അവിടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് അലീന പറയുന്നത്, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല മോളെ, കണ്ണില്ലാതെ വന്നാൽ മാത്രമേ കണ്ണിൻ്റെ വില അറിയത്തുള്ളൂ. നോക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷേ സ്വന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനും അമ്മയും ഇല്ലാതെ വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് എവിടെയും ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും സ്വന്തം അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ സങ്കടം മനസ്സിലാകത്തുള്ളൂ, മോൾക്ക് അതിൻ്റെ സങ്കടം മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തമായിട്ട് അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണൻ രോഹിത്തും ഒക്കെ വല്ലാണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. കാരണം അവർ വളർന്നു വന്ന സാഹചര്യവും ഉടുക്കാൻ തുണിയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ, അതുപോലെ തന്നെ എന്തെങ്കിലും പറയാൻ അച്ഛനില്ലാതെ, ഒന്ന് ആശ്വസിപ്പിക്കാൻ അമ്മയില്ലാതെ ഒക്കെ വളർന്നു വരുന്ന ഒരവസ്ഥ, അത് വേറൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ സമയത്ത് മാമച്ചനും ഗ്രേസിയും ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവർ പോയിട്ട് ചിന്നുമോളെ കാണാൻ പോകാത്തതിൻ്റെ ഭയങ്കര ടെൻഷനിലാണ് ഗ്രേസി. അപ്പം ഗ്രേസ് തന്നെ പറയുന്നുണ്ട്, എന്തോ ആ ചിന്നുമോളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്കിനി കാണാൻ പറ്റില്ലല്ലോ മാമച്ച, അലീനയോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്, അങ്ങനെ കൊടുക്കരുതെന്നൊക്കെ പറയണമെന്ന്, നമുക്ക് അവളെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തെടുത്താലോ എന്ന് പറയുമ്പോഴത്തേക്കും മാമച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് അവളെ അഡോപ്റ്റ് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രേസി, അതൊക്കെ നമ്മളെപ്പോഴും
പാലിക്കണം. മാത്രമല്ല നമ്മുടെ സ്വത്തിൻ്റെ ഇത്ര ഭാഗം അവർക്ക് എഴുതി വെക്കുക, അതുപോലെ തന്നെ നമുക്ക് മക്കളില്ലാതിരിക്കുക, കൊച്ചുമക്കളില്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വേണം. നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊച്ചുമോളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ മോൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കൊരു കൊച്ചുമോളുള്ളപ്പം നമുക്കതിനെ അഡോപ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുമോള് ചിന്നുമോള് തന്നെയാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഈ സമയത്ത് ബാലചന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ഗോവർദ്ധനും കൊട്ടാരമറ്റം വീട്ടിലേക്ക് പോകുന്നുണ്ട്. കൊട്ടാരമറ്റത്തെ ഔതക്കുട്ടീനെ കാണാനും അതുപോലെ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലീനെ വിളിക്കുന്നത് ലാലിച്ചൻ എന്നാണ് കേട്ടോ. സ്റ്റാൻലീനെ അവരെല്ലാവരും വിളിക്കുന്നത് ലാലിച്ചൻ എന്നാണ്. അപ്പം ലാലിച്ചനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഗോവർദ്ധനൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ഗോവർദ്ധനോട് എന്തോ ഇല്ലാ കഥകളും പറയുന്നുമില്ല, എന്നാലൊട്ട് ഒന്നും പറയുന്നുമില്ല. ആ ഒരവസ്ഥയിലാണ് ഗോവർദ്ധൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും. ഏതായാലും ഗോവർദ്ധൻ ഒരു പരിധി കൂടുതൽ ചോദ്യം ചെയ്യത്തില്ലെന്ന് നന്നായിട്ട് അറിയാം. അങ്ങനെ കൊളുത്തുപ്പുഴയിലേക്ക്, കൊട്ടാരമറ്റത്തിൽ വീട് കൊല്ലം ജില്ല. അതുപോലെ നമ്മുടെ കൊല്ലം ജില്ലയിൽ എവിടെയാണ്, പുനലൂരിൽ കൊളുത്തുപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റാൻലി താമസിക്കുന്നത്. അവരുടെ കുടുംബ വീട് അവിടെയാണ്. പുനലൂരാണ് നമ്മുടെ സ്റ്റാൻലിയുടെ വീട്. കൊളുത്തുപ്പുഴയാണ് ഇപ്പം സ്റ്റാൻലി താമസിക്കുന്ന സ്ഥലമാണത്. അവിടെ പുനലൂരാണ് ഇവരുടെ കുടുംബ വീട്, നമ്മുടെ സ്റ്റാൻലിയുടെ കുടുംബ വീട്. അപ്പം ചോദിച്ചു മാപ്പും കോപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കൊട്ടാരമറ്റത്തെ വീട്ടിലിൻ്റെ മുമ്പിൽ ചെന്ന് കാറ് നിർത്തുന്നുണ്ട്. അവിടെ ഇറങ്ങുന്നുണ്ട്. കൊട്ടാരമറ്റത്തെ മാമച്ചൻ ജീവിച്ചിരിപ്പുണ്ട്. മാമച്ചനല്ല, ഔതക്കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഔതക്കുട്ടീനെ കാണുന്നുമുണ്ട്. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നല്ല മനുഷ്യരൊക്കെ തന്നെയാണ് അവർ. അപ്പോൾ ഔതക്കുട്ടീനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഈ കഥയൊക്കെ ഞാൻ നിങ്ങളോട് നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, കേൾക്കുമ്പോഴൊക്കെ നമ്മൾ അതിൽ റിയൽ സ്റ്റോറി തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ ഇവിടെ പോസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടേ, നമ്മുടെ അപ്കമിങ് എപ്പിസോഡെന്നും പറഞ്ഞ് ഒരു ചെറിയൊരു പോസ്റ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഏകദേശം നമ്മൾ അലീനെ അവിടെ കൊണ്ടാക്കുന്ന ഒരു ഇതുവരെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും, നമുക്ക് നാളെ കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണേ.